നമസ്കാരം. ഇൻഫാക്ട് വളരെ എക്സൈറ്റിംഗ് ആയ ഒരു സംഭവത്തിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. എന്താണ് എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. ബിക്കോസ് ഒട്ടും ഫെമിലിയർ ഇല്ലാത്ത ഒരു ഏരിയ ആണ്. കൊച്ചി തന്നെയാണ്. ഒരു കുടുംബം എന്നെ കാത്തിരിക്കുകയാണ്. ആക്ച്വലി എന്നെ കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയില്ല. അവർ ഭക്ഷണമൊക്കെ കഴിച്ച് ചില്ലിയാണ്. പക്ഷെ ഞാൻ ഇവിടെ അവരെ കാണാൻ വരാൻ കാരണം is this. Yes, ഈ വരുന്ന മാർച്ച് 26 തിയേറ്ററിൽ എത്താൻ പോകുന്ന സിനിമയാണ് പ്രതിച്ഛായ. ഇമേജ് ഈസ് ഡെസ്റ്റിനി. ഇത് എഴുതിയിരിക്കുന്നതും ഇത് സംവിധാനം ചെയ്തിരിക്കുന്നതും നമുക്ക് വളരെ പ്രിയപ്പെട്ട ഉണ്ണിച്ചേട്ടനാണ്, ശ്രീ ബി ഉണ്ണികൃഷ്ണൻ. ശ്രീ ഗോകുലം മൂവീസും അതുപോലെ തന്നെ RD ഇലുമിനേഷൻസ് ആണ് നമുക്ക് വേണ്ടി ഈ ചിത്രം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഹാസ് എ ഗ്രേറ്റ് മൾട്ടി സ്റ്റാർ കാസ്റ്റ്. ലെറ്റ്സ് വെൽക്കം ദം. ഹലോ. ഫുൾ കുടുംബം ഉണ്ടല്ലോ. അപ്പോൾ എൻ്റെ ആദ്യത്തെ ചോദ്യം ഞാൻ നിവിനോട് തന്നെ ചോദിച്ചു തുടങ്ങാം അല്ലേ നിവിനെ? എന്താണെന്നറിയാമോ, ഈ സിനിമയുടെ ട്രെയിലർ ഞാൻ കണ്ടു. ഇതൊരു പൊളിറ്റിക്കൽ ത്രില്ലർ എന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ ഇവിടെ ഫുൾ ഫാമിലി സെറ്റപ്പ് ആണല്ലോ. എന്താണ് സത്യാവസ്ഥ? ടെൽ us. സത്യാവസ്ഥ ഇതൊരു ഫാമിലി ഫിലിമാണ്. ഇതിൻ്റെ ഒരു ബാക്ക്ഡ്രോപ്പ് പൊളിറ്റിക്സ് ആണെന്നുള്ളൂ. ഓ റിയലി? അതിന് കാരണം എന്താ പറയുക, നമ്മുടെ ഈ ഒരു കറന്റ് സെനാരിയോ പൊളിറ്റിക്സും ഇലക്ഷൻസും ഒക്കെ നടക്കുന്നതുകൊണ്ട് അതിന്റെ കറക്റ്റ് നടുക്കൊണ്ടാണ് പ്രതിച്ഛായ ഇറങ്ങുന്നത്. അപ്പൊ ഞങ്ങൾ ടൈമിങ് മനഃപൂർവ്വമാണോ? ഇത് ബേസിക്കലി ഒരു ഫാദർ സൺ റിലേഷൻ കഥ പറയുന്നൊരു സിനിമയാണ്. അപ്പം അത്തരം സിനിമകൾ എല്ലാവർക്കും എപ്പോഴും തിയേറ്ററിൽ കാണാൻ ഇഷ്ടമുള്ള ഒരു കഥയാണ്. നേരത്തെ പറഞ്ഞ പോലെ പൊളിറ്റിക്സ് ഇതിൻ്റെ ഒരു ബാക്ക്ഡ്രോപ്പ് ആയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ എല്ലാ റിലേഷൻഷിപ്സും അതിൻ്റെ രസകരമായിട്ട് സിനിമയിൽ വന്നിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു പ്രതിച്ഛായ ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഡ്രോപ്പിലുള്ള പടമാണെങ്കിലും എനിക്ക് തോന്നുന്നു ഫാമിലിക്ക് വളരെ എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു പടമാണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഫാമിലിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചിത്രമാണ്. ഒരു ഫാമിലി ഡ്രാമ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം അല്ലേ? അപ്പോൾ ഈ ഫാമിലി മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് നിവിൻ തന്നെ പരിചയപ്പെടുത്തി തരണം. ഇവിടെ ഉണ്ടല്ലോ എല്ലാവരും, ഓൾമോസ്റ്റ് എല്ലാവരും. അച്ഛനില്ല. അച്ഛനാണ് നമ്മുടെ സെൻട്രൽ. പിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ബാക്കിയുള്ളവരും ആരൊക്കെയാണ്? ചേട്ടൻ എവിടെ? ചേട്ടാ ചേട്ടൻ നിഷാന്ത് മൈക്ക് എടുക്കൂ. ചേട്ടൻ രണ്ടുപേർക്ക് പറയൂ. ചേട്ടനാണ് ഇതിലെ പൊളിറ്റീഷ്യൻ. ഒരു പൊളിറ്റീഷ്യൻ. അച്ഛനാണ് മെയിൻ പൊളിറ്റീഷ്യൻ. എന്തെങ്കിലും പറഞ്ഞു തരൂ നമ്മുടെ ചേട്ടന്റെ ഒരു ഇൻവോൾവ്മെന്റ് ഈ സിനിമയിൽ. എന്താണ് പ്രതിച്ഛായ അക്കോർഡിംഗ് ടു ചേട്ടൻ? പ്രതിച്ഛായ ഒരു ഇമേജ് എനിക്ക് പേഴ്സണലി സത്യം പറഞ്ഞാൽ ഈ ഒരു ക്യാരക്ടർ ഞാൻ ഇത്രയാണ് ചെയ്തുകൊണ്ടിരുന്നൊരു ക്യാരക്ടേഴ്സ് ഉണ്ട്. ആ ഒരു പ്രതിച്ഛായ എൻ്റെ മാറുന്നതിൻ്റെ ഒരു വലിയ സന്തോഷമുണ്ട്. അതെ, മാറുമായിരിക്കും. ഇതുവരെയുള്ള പ്രതിച്ഛായ എന്തായിരുന്നു നിഷാന്തിന്റെ? വില്ലൻ അല്ലേ? ഇതിൽ പക്ഷേ വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു ചേട്ടനാണ് അല്ലേ? അതൊരു ഡിഫറൻസ് ആണ്. വില്ലൻ അല്ലാത്ത ഒരു നിഷാന്ത് ചേട്ടനെ കാണുന്നത്. ചെറിയ ഷെയ്ഡ് ഉണ്ടെങ്കിലും അല്ലേ, അത് പൊളിറ്റിക്സ് അല്ലേ? ഉണ്ടെങ്കിലും ഇമോഷണൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഓക്കെ, അപ്പം നിഷാന്തിൽ ചേട്ടൻ, പിന്നെ അച്ഛൻ നമുക്ക് ഓൾറെഡി അറിയാം, ബാലചന്ദ്രൻ മേനോൻ സാറാണ് അച്ഛനായി വരുന്നത്. അമ്മ ചേച്ചി ഓഫ് കോഴ്സ് ഡസന്റ് നീഡ് ആൻ ഇൻട്രൊഡക്ഷൻ. ഇതിലൊരു ഇമോഷണൽ ഒരു സപ്പോർട്ട് ആയിട്ട് ഒരു സെൻട്രൽ ഫിഗർ ആയിട്ട് CM-ന്റെ ഭാര്യ. അതെ അതെ. എങ്ങനെയുണ്ടായിരുന്നു? അന്നമ്മ. എൻ്റെ ക്യാരക്ടറിന്റെ പേര് അന്നമ്മ. മക്കളുടെ പേര്? മക്കളെ ജോൺ ആൻഡ് ടോബി. രണ്ട് മക്കൾ. എങ്ങനെയുണ്ട് മക്കള്? നല്ല മക്കളാ. അടിപൊളി മക്കളാ. നല്ല ഫാമിലി ഇമോഷൻസ് ഒക്കെ ഉണ്ട് പടത്തിൽ. വളരെ നല്ല ഒരു ശക്തമായ ക്യാരക്ടർ എനിക്ക് ഉണ്ണി സാർ തന്നിട്ടുണ്ട്. വളരെ സന്തോഷം. നിങ്ങൾ അത് ഇപ്പോഴത്തെ തലമുറകളിൽ ഞാൻ വർക്ക് ചെയ്യണത് വളരെ സന്തോഷം. അശോകേട്ടൻ, നമ്മളെ രാജുവേട്ടൻ, പുതിയ ജനറേഷനാ. നമ്മള് കുടുംബത്തിൽ കഴിഞ്ഞിട്ട് നമ്മള് കുടുംബത്തിന് പുറത്തേക്ക് സഞ്ചരിക്കും നമ്മള്. അതെ, എല്ലാവരും കൂടെയും വർക്ക് ചെയ്തതിൽ വളരെ സന്തോഷം. നീതു എല്ലാവരും ഉണ്ട്. അതെ. എന്തായിരുന്നു ഈ ഒരു സിനിമ? അതും ഒരു ശക്തമായ കഥാപാത്രമാണല്ലോ ചേച്ചിയുടെ. ഇത് കണ്ടപ്പം ഇതിനെക്കുറിച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണ്? ഇതിന്റെ പൊളിറ്റിക്സ് ആണോ, ഇതിന്റെ കുടുംബമാണോ? ഫാമിലി ഇമോഷൻസ് നിറയെ ഉണ്ട്. നല്ല സെന്റിമെന്റ് സീൻസ് ഒക്കെ ഉണ്ട്. മോളും ചെറുമോളും അപ്പൂപ്പനായിട്ടുള്ള കോമ്പിനേഷൻസ് വളരെ നന്നായിട്ടുള്ള സീൻസ് ഒക്കെയാണ്. പിന്നെ ജോണും റോസി നല്ല കുറച്ച് സെന്റിമെന്റൽ സീൻസ് ഒക്കെ ഉണ്ട്. റോസി ഈസ് ജോൺസ് ഭാര്യ. അതെ, റോസ. സ്നേഹത്തോടെ വിളിച്ചതല്ലേ? അല്ലേ? സ്നേഹത്തോടെ റോസി എന്ന് വിളിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടില്ല. ഐ എം റോസ. അല്ല, ആ പേരിനൊരു സിഗ്നിഫിക്കൻസ് ഉണ്ട്, അതുകൊണ്ട് പറയാൻ പറ്റൂല. ഇല്ല, എന്തെങ്കിലും പറയൂ. പറയാം. എന്താണ് ആ സിഗ്നിഫിക്കൻസ്? വേണ്ട പറയുന്നില്ല.
ആ സിനിമ കാണൂ, 26-ാം തീയതി സിനിമ കാണൂ. അപ്പൊ ആ സിഗ്നിഫിക്കൻസ് നോക്കി നമ്മൾ പോണം അല്ലേ? ബട്ട് ഹൗ ഇസ് ഇറ്റ് വർക്കിംഗ് വിത്ത് ഇങ്ങനത്തെ ഒരു ടീം? ഒരു ഉണ്ണിച്ചേട്ടൻ ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ എന്ന രീതിയിലുള്ള ഒരു സിനിമയാണ് ആദ്യത്തെ ഫസ്റ്റ് ലുക്കിൽ. പക്ഷെ പിന്നെ മനസ്സിലാക്കിയത് ഒരു കുടുംബ ചിത്രമാണ്. അപ്പോൾ നിവിനുണ്ട്, ഷർഫുദ്ദീനുണ്ട്, നമുക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും ഉണ്ട് അല്ലേ? അപ്പം എന്തായിരുന്നു? വളരെ സന്തോഷം. ഞാൻ ലോഞ്ചിൻ്റെ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു 15-20 ഡേയ്സ് എടുത്തു. ഞാൻ ഇവരുടെയൊക്കെ കൂടെയാണ് ഇരിക്കണതെന്ന് എനിക്കൊന്ന് ഫസ്റ്റ് ടൈം ആണോ ഇതിൽ എല്ലാവരുടെ കൂടെ? ആരുടെ കൂടെ മുന്നേ അഭിനയിച്ചു? അല്ലെങ്കിൽ 30 ഡേയ്സ് ഉണ്ടായിരുന്നു. നിവിൻ എത്ര ഡേയ്സ് ഉണ്ടായിരുന്നു ജോൺ? എണ്ണില്ല, ഫുൾ ഒരു 70 days 60-70 days. അപ്പോൾ കുറച്ച് ഡേയ്സ് എടുത്ത് എനിക്കൊന്ന് ഗ്രാസ്പ് ചെയ്യാൻ ഇവരുടെയൊക്കെ കൂടെയാണെന്നുള്ളത് വളരെ സന്തോഷം. ബിക്കോസ് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ട് സിനിമയിലെത്തുന്ന ആളാണ്. ആൻഡ് ഓൾസോ അത് ഇത്ര വലിയൊരു ബാനറിന്റെ കൂടെ, ഉണ്ണിസാറിന്റെ കൂടെ, നിവിൻ ചേട്ടൻ, ഷറഫക്ക, രാജ് ചേട്ടൻ, ഇത്ര വലിയൊരു ടീമിന്റെ കൂടെ ആയത് ഐ തിങ്ക് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന പടം ഇതാണ്. സോ വെൽക്കം. താങ്ക് യു. അതൊരു ബ്ലെസ്സിങ് ആണ്. അത് വളരെ അധികം ഒരു ചെറിയ ക്രൂ അല്ല അല്ലെ? അതിലെ കാസ്റ്റ് തന്നെ കാലാകാലങ്ങളുള്ള സം ഫാബ്യുലസ് ആൾക്കാർ ഒരുമിച്ച് എത്തിയിരിക്കുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സബ്ജക്റ്റ്. പൊളിറ്റിക്സുമായിട്ട് എന്താണ്? പൊളിറ്റിക്സുമായിട്ട് എനിക്ക് ചെറിയ ബന്ധമേ ഉള്ളൂ. പക്ഷെ ഞാനൊരു ആക്റ്റീവായിട്ട് അതിൽ ഇൻവോൾവ് ചെയ്യുന്ന ആളല്ല. ഞാൻ ബൈ പ്രൊഫഷൻ ഇതിൽ പ്രൊഫസറാണ്. പൊളിറ്റിക്കൽ സയൻസ് ആണ് എൻ്റെ സബ്ജക്ട്. പഠിപ്പിക്കുന്നതേ ഉള്ളൂ. വലിയ താല്പര്യമില്ല. താല്പര്യമൊക്കെ ഉണ്ട്. അപ്പൊ അതാണ് ക്യാരക്ടർ. യെസ്. കുട്ടികളുണ്ടോ ഇതില്? കുട്ടികളില്ല. ഇല്ല. അപ്പൊ എല്ലാ കുട്ടികളും നിങ്ങളുടെയാണ്? അല്ല, ഒരാളേ ഉള്ളൂ. ടോബിയുടെ ടോബിന്റെ വൈഫാണ് റാണി എന്ന കഥാപാത്രമായിട്ട് എനിക്ക് വളരെ അടുപ്പം ഉള്ള ഒരാളാട്ടോ വിജിത. ഞാൻ പണ്ട് വനിതാരത്നം എന്ന് പറഞ്ഞൊരു ഷോ ആങ്കർ ചെയ്തുകൊണ്ടിരുന്നപ്പോ അതിലെ ഒരു മത്സരാർത്ഥിയായിരുന്നു വിജിത. 10 മാസം നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നു. 8 years back അല്ലേ? It's good to see you here. So tell me, എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു എക്സ്പീരിയൻസ്? ഇത് ഫസ്റ്റ് ഫിലിം ആണോ അതോ ചെയ്തിട്ടുണ്ട്? പക്ഷെ ഇത്ര വലിയൊരു സിനിമയുടെ ഭാഗമാവുന്നത്, ഇത്രയും ഇമ്പോർട്ടൻസ് ഉള്ള റോളൊക്കെ വരുന്ന ഒരു വലിയ സിനിമ അതിതാണ്. ഇതിൽ ഏറ്റവും എക്സൈറ്റിംഗ് ആയ കാര്യം എന്തായിരുന്നു പ്രതിച്ഛായയില്? ഭർത്താവ് ടോബി. അതിനാന്ന് ഞാൻ പറയില്ല, കാരണം വിരൽ തൊട്ടാൽ വിരിയുന്ന പെൺപൂവേ എന്നുള്ള പാട്ടൊക്കെ കേട്ട് കേട്ടോ അങ്ങനെ നമ്മള് ഇങ്ങനെ എന്ത് രസാന്നൊക്കെ വിചാരിച്ചിരുന്ന ആള് നമ്മളുടെ ഭർത്താവായിട്ടൊക്കെ അഭിനയിക്കുമ്പോ ഉറപ്പായിട്ടും ഞാനത് എൻജോയ് ചെയ്തിട്ടുണ്ട്. വെറുതെ നുണ പറയണേ. ഒരു മിനിറ്റ്, നീത്തും അതുപോലെ എൻജോയ് ചെയ്തിട്ടുണ്ടോ? ഭർത്താവ് ആക്ച്വലി മിണ്ടിയിരുന്ന സെറ്റ്. ഇത്രയും എക്സൈറ്റഡ് ആയി പറഞ്ഞിട്ട് ഭർത്താവ് പ്രത്യേകിച്ച് ഒന്നും മിണ്ടുണ്ടായിരുന്നില്ല. സങ്കടമൊക്കെ എൻ്റെ അടുത്തായിരുന്നു പറയുന്നത്. ഈ മനുഷ്യൻ മിണ്ടുന്നില്ലേ പൊതുവേ? ഇപ്പൊക്കെ മിണ്ടും. പൊതുവേ പൊതുവെ കുറവാ. ഏറ്റവും ഞാൻ പറയേ, എന്റെ ഹസ്ബൻഡ് മിണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതല്ലേ ജോണല്ലേ? അയ്യോ ജോൺ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നീത്ത് വന്നിട്ട് പറയും, ചേച്ചി അങ്ങനെ ചെയ്യുന്ന സമയത്ത് ചിരിപ്പിച്ചിട്ട് വയ്യ. ഞാൻ പറയും അല്ല, അതിൽ ഏറ്റവും കോമഡി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ കഥാപാത്രത്തിൽ ഒരാണ് ടെക്നോക്രാറ്റും ഒരാൾ പൊളിറ്റിക്കൽ, രണ്ടും ഈസ്റ്റ് വെസ്റ്റ് ഓപ്പോസിറ്റ് സൈഡ്സ് നിൽക്കുന്ന ആൾക്കാരാണ് അല്ലേ? അല്ല കേൾക്കണം, എനിക്ക് പറയണം. എന്തായിരുന്നു? അയ്യോ അത് വേണ്ട. പറയണം. നിഷാന്തേട്ടാ പറ. ഇപ്പൊ ഇത് ശരിയാവില്ല ഗൈസ്. അല്ല, എന്തെങ്കിലും മിണ്ടണം എന്ന് പറഞ്ഞല്ലോ, മിണ്ടിയിട്ടില്ല എന്നുള്ളതാണല്ലോ പരാതി. അതല്ല, അതിന് എന്തെങ്കിലും ഒരു പരിഗണന നമ്മളോട് കാണിക്കും. ഒരു ഭർത്താവ് എന്നുള്ള എന്തിനു മിണ്ടണം? ഫുൾ ടൈം ദേഷ്യമാണ് അല്ലേ ഭർത്താവിനോട്? അപ്പൊ കയ്യിലിരിപ്പ് സ്വന്തം കയ്യിലിരിപ്പാണ്. എന്ത് ചെയ്യാനാ റാണി? അമ്മയും അച്ഛനും എങ്ങനെ ഉണ്ടായിരുന്നു മോളെ സിനിമയില്? മോൾക്ക് കൊടുത്ത മോളുടെ പേരെന്താ? ധ്വനി. വാവ്, വാട്ട് എ നൈസ് നെയിം. സിനിമയിലോ? മറിയാമ്മ. ആരെ ഏറ്റവും ഇഷ്ടപ്പെട്ടെ ഈ സിനിമയിൽ അഭിനയിച്ചപ്പോ? സത്യം പറയണേ. മൈ ഗോഡ്, മറ്റേ അഭിനേത്രി ആവാൻ കറക്റ്റ് ആയിട്ട് വളർന്നു വരുന്ന കുട്ടി സിനിമയിൽ നിൽക്കും. അശോകൻ ചേട്ടൻ പറഞ്ഞു സിനിമയിൽ നിൽക്കും. ഇനി ആരെങ്കിലും ഉണ്ടോ ഈ കുടുംബത്തില്? നമ്മൾ മിസ്സിംഗ് ഇല്ലല്ലോ. 2 അമ്മ, അച്ഛൻ, 2 മക്കൾ, പിന്നെ ഭാര്യ, ഒരു മോള്. ഓക്കെ, കുടുംബം കഴിഞ്ഞു. ഇനി ഈ കുടുംബത്തിന്റെ പുറത്തേക്ക് പോകുമ്പം
നമുക്ക് കുറച്ച് ആൾക്കാരുണ്ട്. അതിപ്പം പോളിറ്റിക്സ് ഇതിന്റെ വലിയൊരു ഒരു 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 ഭാഗമാണ്. അതിൽ ആ ഒരു ഇടത്തല്ലേ അശോകൻ ചേട്ടനും രാജു ചേട്ടനും ഒക്കെ എൻട്രി ചെയ്യുന്നേ? ഞാൻ രാഷ്ട്രീയത്തിലുള്ളതാണ്. അച്ഛൻ്റെ രാഷ്ട്രീയത്തിൽ ഞാൻ തന്നെ ഉണ്ട്. ഇത് ബാലചന്ദ്രൻ്റെ രാഷ്ട്രീയത്തിൽ അതിലൊരു പ്രസിഡന്റാണ്. ഓക്കെ, പക്ഷേ ഇതില് നിങ്ങൾ തമ്മിലൊരു വ്യത്യാസം ഉണ്ടല്ലേ? രാജു ചേട്ടൻ ഒരു ലോയലിസ്റ്റ് ആണ്. അത് മണിയമ്പിള രാജു അങ്ങനെ എങ്ങനെ ഞാൻ തന്നെ ചോദിച്ചു വാങ്ങിച്ചുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കുടിക്കട്ടെ. അല്ല, രാജു ചേട്ടൻ രണ്ടുപേരും ഒരേ പാർട്ടിയിലല്ലേ ഇതില്? പക്ഷെ രാജു ചേട്ടൻ ഒരു ലോയൽ ആയിട്ടുള്ള ഒരു ആളല്ലേ ഈ മിനിസ്റ്ററിന്റെ അടുത്ത്. ഇദ്ദേഹം കുറച്ചുകൂടെ പവർ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി, അങ്ങനെയാണോ? അതൊക്കെ പറഞ്ഞ സിനിമയുടെ സസ്പെൻസ് ആണ്, ഞങ്ങൾ പറയില്ല. ഓ, നിങ്ങൾ 10-50 ദിവസം കഷ്ടപ്പെട്ട് അതൊന്നും ഞാൻ പറഞ്ഞിട്ട് ഇല്ല. സിനിമയിൽ ട്രെയിലർ കണ്ടിട്ടാ ഞാൻ പറഞ്ഞ. ട്രെയിലറിൽ കുറച്ചൊരു ദേശീയക്കാരനാണ്. ജീവിതത്തിലോ? ജീവിതത്തിന് അതിനേക്കാൾ ദേഷ്യം. എന്നെ കുറിച്ച് ലോയലാണെന്ന് പറയാൻ കാര്യമുണ്ട്. ഞാൻ ട്രെയിലറിൽ ഇല്ല. ചേട്ടന്റെ സ്വഭാവം വെച്ച് ഞാനങ്ങ് ഗസ് ചെയ്തതാ ലോയലാണെന്ന്. പക്ഷെ ഈ കൂട്ടത്തിൽ എനിക്ക് മനസ്സിലാവാത്ത കുറച്ച് ആൾക്കാർ ഇരിപ്പുണ്ട്. ആ മൈക്ക് എന്റെ ഈ കുടുംബ ഞങ്ങള് വേറെ ഗ്യാങ്ങാ, ഇവരുടെ നീക്കങ്ങൾ അറിയാൻ വേണ്ടി വന്നിരിക്കുന്നത്. സ്പൈ ഗ്യാങ്ങിലെ വേറൊരു മെമ്പറും കൂടെ ഉണ്ടല്ലോ. വിഷ്ണു മീഡിയ അല്ലേ? മീഡിയ വേറെ ലോകം. നമുക്ക് വൈശാഖിന്റെ അടുത്തേക്ക് പോവാം. നിങ്ങളും ഒരു ഗ്യാങ് അല്ലേ? ഓക്കെ, ഇനി ഈ സിനിമയില് പൊളിറ്റിക്സ് എന്ന് നമ്മൾ പറഞ്ഞു ബാക്ക്ഗ്രൗണ്ട് ആണ്, കുടുംബമാണ് സെൻട്രൽ എന്ന് പറഞ്ഞു, കുടുംബത്തെ പരിചയപ്പെട്ടു. അഫ്കോഴ്സ് CM കഥാപാത്രത്തിലെത്തിയ ബാലചന്ദ്രൻ മേനോൻ സാറിന്റെ കുറെ നാൾക്ക് ശേഷമുള്ള ഒരു ചിത്രം കൂടിയാണ്. അപ്പൊ ദാറ്റ് ഈസ് വെരി എക്സൈറ്റിംഗ് ഫോർ ഓൾ ഓഫ് us. പക്ഷെ ഇതില് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ കോർപ്പറേറ്റ്സ് ആണോ ഈ പൊളിറ്റിക്കൽ ഒരു ഇമേജ് ഡിസൈഡ് ചെയ്യുന്നത്, പൊളിറ്റിക്സ് ഡിസൈഡ് ചെയ്യുന്നത്, അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്ന ചോദ്യങ്ങളൊക്കെ ഞങ്ങളുടെ മനസ്സിലൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ ആ കഥാപാത്രങ്ങളായിട്ടാണല്ലോ വരുന്നത്? എടാ, എന്തായിട്ടാണ് വരുന്നത്? ഞാൻ ആക്ച്വലി അവിടെ പച്ചക്കറി വിൽക്കാൻ